വനിതാ ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ വനിതാ കൂട്ടായ്മ അല്പസമയത്തിനകം. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകൾ ഇന്ന് സമരത്തിന്റെ ഭാഗമാകും. ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവരടക്കം ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി സമരപ്പന്തലിലേക്ക് എത്തും. വിവരങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും സ്മിത ഹരിദാസ് ചേരുന്നു. സ്മിത, ആശാ വർക്കേഴ്സിന്റെ നിയമസഭാ മാർച്ച് വലിയ തോതിൽ വിജയകരമായിരുന്നു. വലിയ പങ്കാളിത്തം ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിനുശേഷം അവർ കാണുന്ന അവരുടെ പ്രധാനപ്പെട്ട ഈ സമരത്തിലെ ഒരു ദിവസമായിട്ടാണ് ഇന്ന് അവർ കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് സമരം ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ഇന്ന് അവിടെ നടക്കാൻ പോകുന്നത് എന്താണ് സ്മിത? നേരിടാനിരിക്കുന്നോ അതല്ല അക്കമിട്ട് പറഞ്ഞു പോകുന്നത്. ഞങ്ങൾ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം ഫെബ്രുവരി സമരം ആരംഭിച്ചതും 232 രൂപ കൂലി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. അത് ഞെട്ടിപ്പോയി. ഇവിടെ വന്ന് 10 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്നു 232 രൂപ പോരാ. ഹാഷ്മി, ഇവിടെ വലിയൊരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. 27ാം ദിവസമായിരിക്കുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വനിതാ ദിനമാണ്. വനിതാ ദിനത്തിന്റെ അന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് പല സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ നേതാക്കൾ, എഴുത്തുകാർ, അങ്ങനെ ഒരുപാട് പേർ വനിതകൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അതാ കാണാം നമുക്കിങ്ങനെ. മുൻപൊക്കെ വരുമ്പോൾ പല സമയങ്ങളിലായാണ് ഇവിടെ കൂടുതൽ പേരെ നമ്മൾ കണ്ടിരുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം ഇതാ ഈ സമരവേദി നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണ്. അതിൽ കൂടുതലും സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളതാണ്. ഇവിടെ അവരുടെ പ്രസംഗ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ തലങ്ങളിൽ സാമ്പത്തിക മേഖലകളിൽ നിന്നുള്ള വിവിധ സ്ത്രീകൾ, ഡോക്ടർ മേരി ജോർജ് ഉണ്ട് ഇവിടെ, സാമൂഹ്യ ആക്ടിവിസ്റ്റും ചരിത്രകാരിയും അധ്യാപികയൊക്കെ ആയ ഡോക്ടർ ജെ ദേവികയുണ്ട്. നമുക്ക് ഡോക്ടർ ജെ ദേവികയോടൊന്ന് ചോദിച്ചു നോക്കാം. മാം, ഒരൊറ്റ സെക്കൻഡ്. ഞാൻ ലൈവാണ്, 24 എന്നാണ്. മാം ഒന്ന് പറയുന്നത്, വനിതാ ദിനത്തിൽ ഇവർക്കൊപ്പം നിൽക്കാനുള്ള ഒരു തീരുമാനം വളരെ നല്ല തീരുമാനം. എനിക്ക് അറിയാം ആദ്യം മുതൽ അവർക്കൊപ്പം ഉണ്ടെന്ന്. ഇന്നത്തെ ദിവസത്തിൽ തീർച്ചയായിട്ടും ചേർന്നില്ലെങ്കിൽ അത് ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് വലിയ നന്ദികേടാവുമെന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ സ്ത്രീകൾ മാത്രമല്ല, എല്ലാ പുരുഷന്മാരും ഇവരോടൊപ്പം നിൽക്കണം ഈ ദിവസം. വേറൊന്നും കൊണ്ടല്ല, ഭയങ്കരമായ മഹാമാരി, അതിനേക്കാൾ ഭീതിതമായ വെള്ളപ്പൊക്കങ്ങൾ, ഇവയിൽ നിന്നെല്ലാം മലയാളികളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന സേനയാണിവര്. 232 രൂപ ഒരു ദിവസം കൂലിക്ക് അവർ ജോലി ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നത് പോലെ ഒരു അശ്ലീലം മറ്റൊന്നുമില്ല. ആ അശ്ലീലത്തിനെതിരെ പോരാടാൻ കേരളത്തിലെ സകല സ്ത്രീകൾക്കും ബാധ്യതയുണ്ട്. ഞാൻ ഇവരോടൊപ്പം നിന്നില്ലെങ്കിൽ ഞാനൊരു മലയാളി അല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒപ്പം തന്നെ മാം, ഇതിനകത്ത് തുടക്കം മുതൽ ഇതിനൊരു രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞ് പരസ്പരം പഴിചാരുന്നു. ഒപ്പം സംസ്ഥാനം കേരളത്തെ പറയുന്നു, കേരളം സംസ്ഥാനത്തെ അല്ല കേന്ദ്രത്തെ പറയുന്നു. ആ രീതിയിൽ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഇവരുടെ പ്രശ്നങ്ങൾ സത്യം പറഞ്ഞ മാം നേരത്തെ പറഞ്ഞതുപോലെ 200 ചില രൂപ എന്തിനുണ്ട് എന്നുള്ളതാണ്. അല്ല, ഇതിലൊക്കെ രാഷ്ട്രീയം കാണുന്നവരെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഇവർക്കൊക്കെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കടികൂടാനുള്ള എന്തെങ്കിലും ഒരു കാരണം കാത്തു കിടക്കുന്നവരാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ. അത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തോന്നിപ്പോവുകയാണ്. കാരണം 232 രൂപയ്ക്കെതിരെ 700 രൂപ കൊടുക്കാമെന്ന് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ച ഒരു സർക്കാർ ടേം ഏതാണ്ട് കഴിയാറായിട്ട് പോലും അനങ്ങാതിരിക്കുന്നതിൽ ഒരു കുഴപ്പം, ഒരു രാഷ്ട്രീയവും അവർ കാണുന്നില്ല. സ്ത്രീകളെ പച്ചത്തെറിയിൽ വിളിക്കുന്ന, പച്ചത്തെറി പറയുന്ന CITU നേതാക്കൾ കാട്ടുന്ന പിതൃമേധാവിത്വ രാഷ്ട്രീയവും അവർക്ക് കാണാൻ പറ്റുന്നില്ല. താങ്ക് യു മാം, താങ്ക് യു. അപ്പൊ അങ്ങനെയാണ് ഹാഷ്മി, ഇവിടെ വലിയ പ്രസംഗങ്ങളൊക്കെ നടക്കുകയാണ്. നമുക്കറിയാലോ, ഇവരിതിനെ ഒരു ആഘോഷം കൂടിയാക്കി മാറ്റുകയാണ്. ഒരുപക്ഷെ അങ്ങനെ ആഘോഷമായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് ഇത്ര ദിവസം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നത്. വനിതാ ദിനത്തിൽ സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, സഹോദരിയാണ്, സുഹൃത്താണ് എന്നൊക്കെ ഘോരഘോരം പറയുന്നവർ ഇവിടെ എത്തണം. ഇവരുടെ ഈ കഷ്ടപ്പാടുകൾ കാണണം. രാത്രിയും പകലും ഇല്ലാതെ ഈ ചൂടും മഴയും വെയിലും ഒന്നും വകവയ്ക്കാതെ ഇവർ ചെയ്യുന്നത്, ഇവർ നടത്തുന്നത് ഒരു ജീവിത സമരമാണ്. ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തുന്ന സ്ത്രീകൾ, അവർക്കൊപ്പം തന്നെ ഒരുപാട് പുരുഷന്മാരുമുണ്ട്. അവർ തന്നെയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. 27ാം നാളാണ്, 1-2 ദിവസമൊന്നുമല്ല. 27 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മഴ, ഈ പറയുന്ന വെയില്, കൊതുക്, നമ്മൾ തെരുവിൽ സമരമിരിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് അമ്മമാരും ചേച്ചിമാരും ഒക്കെ അവിടെ സമരയിരിക്കുകയാണ്. ഈ പറയുന്ന പോലെ ദിവസം 232 രൂപ കൂലി ഞങ്ങൾക്ക് മതിയാവില്ല എന്ന ശരിയാവണ്ണമുള്ള ആവശ്യം ഉന്നയിച്ചാണ് ആ സമരം. ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നതിൽ ഒരു എതിർപ്പ് അറിയിക്കുന്നു. ആരോഗ്യമന്ത്രി എന്ന യഥാർത്ഥ ആശാവർക്കറുമായി ചർച്ച നടത്താമെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ 27ാം നാളും ആരോഗ്യമന്ത്രി വീണ ജോർജ് വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയാണ് എന്ന് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ പറയുന്നുണ്ട്.
ആ സമരം അങ്ങനെ പല രീതിയിൽ ഭർസനങ്ങൾ കേട്ടിട്ടും പല രീതിയിലുള്ള നീക്കങ്ങൾ ആ സമരത്തെ ഇല്ലാതാക്കാൻ നോക്കിയിട്ടും അതിലൊന്നും പരാജയപ്പെട്ടു പോവാതെ വീണു പോവാതെ സമരം 27-ാം നാൾ ഗംഭീരമായി പുരോഗമിക്കുകയാണ് സെക്രട്ടേറിയറ്റ് നടയിൽ.